നമസ്കാരം. രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കി റായ്ബറേലി നിലനിർത്തും എന്നുറപ്പായി. ഇന്ത്യയെ നയിക്കേണ്ട രാഹുലിന് വയനാട്ടിൽ ഒതുങ്ങാൻ കഴിയില്ല എന്ന് KPCC പ്രസിഡന്റ് K. സുധാകരൻ പറഞ്ഞു. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് രാഹുൽ മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി. വയനാട്ടിൽ ഇനി ആര് സ്ഥാനാർത്ഥിയാകുമെന്നതാണ് കൗതുകം. പ്രിയങ്ക ഗാന്ധി എത്തുമോ അതോ K. മുരളീധരൻ മത്സരിക്കുമോ, അതുമല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് മറ്റൊരാൾക്ക് നറുക്കു വീഴുമോ? സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നു. വയനാട്ടിൽ ആര്? വയനാട് ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഉചിതമോ? രാഹുലിന് പകരം പ്രിയങ്ക വരുമോ? വയനാട്ടിലെ വോട്ടർമാരെ വഞ്ചിച്ചോ? ഈ ചർച്ചയിൽ ശ്രീ P. ഗഗാറിൻ CPM വയനാട് ജില്ലാ സെക്രട്ടറി, ശ്രീ അനിൽ ബോസ് കോൺഗ്രസ് നേതാവ്, അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി BJP നേതാവ്, ഡോക്ടർ ഫസൽ ഗഫൂർ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ ഗഗാറിൻ, യുക്തവും യുക്തിസഹവുമായ തീരുമാനമല്ലേ രാഹുൽ ഗാന്ധിയുടേത്? ഉത്തർപ്രദേശാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം. 80 ലോക്സഭാ മണ്ഡലങ്ങൾ ഉത്തർപ്രദേശിൽ നിന്നാണ്. അവിടെ ഇത്തവണ ഇന്ത്യ മുന്നണി NDAയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. 43 സീറ്റ് നേടുന്നു. കോൺഗ്രസ് റായ്ബറേലി അടക്കം 6 സീറ്റുകൾ നേടുന്നു. രാഹുൽ ഗാന്ധി 3.5 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ജയിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിയിലെ സീറ്റ് നിലനിർത്തുക, അവിടുത്തെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുമെന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കവും സംശയവുമില്ലല്ലോ. അപ്പോൾ ഇതൊരു സാങ്കേതികത്വം മാത്രമല്ലേ? ശ്രീ ഗഗാറിൻ. ഹലോ. ആ രാഹുൽ ഗാന്ധി ഇപ്പോഴും കൃത്യമായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കുന്ന രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തൊരു യോഗത്തിൽ കേരളത്തിലെ KPCC പ്രസിഡന്റ് അത്തരമൊരു സൂചന നൽകിയിട്ടുമുണ്ട് കൽപ്പറ്റയിൽ. അപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് ഉത്തർപ്രദേശിൽ തന്നെയാണ് എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. രാഹുൽ ഗാന്ധി നിൽക്കേണ്ടതും പ്രധാനമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി നിൽക്കേണ്ടതും ഉത്തർപ്രദേശിൽ തന്നെയാണ്, ഉത്തരേന്ത്യയിൽ തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. ഞങ്ങൾ ആദ്യം അത് ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷെ ഇവിടെ ചെയ്തത്, കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിച്ചു. അമേഠിയിൽ പരാജയപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, വയനാട് മണ്ഡലത്തിൽ മത്സരിച്ചു. കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ BJPക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഹൃദയഭൂമിയാണ് കേരളം എന്ന് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളത് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. കാരണം ഇവിടെ BJPയെ പരാജയപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ ആവശ്യമില്ല, പ്രത്യേകിച്ച് വയനാട് മണ്ഡലത്തിൽ ആവശ്യമില്ല എന്നുള്ളത് ഞങ്ങൾ അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിച്ചു, ഇവിടെ വിജയിച്ചു. 4,32,000 വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചത്. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു. എന്നാൽ ഈ തവണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിയിരുന്നത്, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ പരാജയപ്പെട്ട അമേഠിയിൽ നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJPയെയും NDAയെയും പരാജയപ്പെടുത്താനുള്ള നേതൃത്വമായിട്ട്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഉത്തർപ്രദേശിൽ അമേഠിയിൽ മത്സരിച്ച് താൻ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിടത്ത് വിജയിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കേണ്ടിയിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ചെയ്തത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഉത്തർപ്രദേശിൽ നിന്ന് കോൺഗ്രസ് ജയിച്ച ഏക സീറ്റായ റായ്ബറേലിയിലേക്ക് മാറിക്കൊണ്ട് മത്സരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതും രാഹുൽ ഗാന്ധി വയനാട്ടുകാരോട് ചെയ്തിട്ടുള്ള വഞ്ചന എന്ന് പറയുന്നത്, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന കാര്യം വെളിപ്പെടുത്തിയിട്ടില്ല. അത് മറച്ചു വെക്കുകയാണ് ചെയ്തത്. ശരിക്കും വയനാട്ടുകാരോട് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണത്. വയനാട്ടിലെ UDFും കേരളത്തിലെ UDFും ഈ കാര്യം വയനാട്ടിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന് ശേഷം മാത്രമാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്ന നിലപാട് സ്വീകരിച്ച് വെളിപ്പെടുത്തുന്നത്. അപ്പം ഈ എല്ലാം വഞ്ചനാപരമായ സമീപനമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും റായ്ബറേലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ഇവിടെ കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പറഞ്ഞത് രാഹുൽ ഗാന്ധി വയനാടിനെ കൈവിടില്ല. രാഹുൽ ഗാന്ധി പലതരത്തിൽ വയനാടിനോട് വഞ്ചനാപരമായ സമീപനം സ്വീകരിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ ഉള്ള ഒരു സ്വാഭാവികത എന്നുള്ളതിനപ്പുറത്തുള്ള വഞ്ചന ഇക്കാര്യത്തിൽ എവിടെയാണ്? എത്രയോ നേതാക്കൾ 2-3 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി തന്നെ 2014 വഡോദരയിൽ മത്സരിച്ചിട്ടുണ്ട്, വാരണാസിയിലും മത്സരിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേറ്റ് രാജിവെച്ചിട്ടാണ് അദ്ദേഹം ഉത്തർപ്രദേശിൽ തുടർന്നത്. അദ്ദേഹം, ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി 5 വർഷം ഇവിടെ MP ആയിരുന്നിട്ട് വയനാടിന് വേണ്ടി വയനാട് നേരിടുന്ന ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ, ഒന്ന് വന്യമൃഗശല്യം, അതിൽ കേന്ദ്ര നിയമം, ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ ഒരിക്കൽ പോലും ശബ്ദിച്ചില്ല.
വയനാട്ടിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് സമർപ്പിച്ച 600-ൽ പരം കോടി രൂപയുടെ ആയിക്കോട്ടെ, എന്നിട്ടും അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് നിഷ്കരണം ചെയ്യപ്പെട്ടിട്ടില്ലേ? അതിനെതിരെ പ്രതിഷേധം ഉയർത്തിയിട്ടില്ല. ഈ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പറഞ്ഞിട്ട് ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചില്ലേ? ജനങ്ങൾ അദ്ദേഹത്തിന് അത് ശരിയാ, ജനങ്ങൾ വീണ്ടും തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനങ്ങളെ പരിഹസിക്കാൻ വേണ്ടി പാടുണ്ടോ? ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷമായ സാഹചര്യം, BJP ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് നേരെ ഉയർത്തുന്ന വെല്ലുവിളി, ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഉള്ള ആശങ്ക, ഇത്തരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാഹുൽ ഗാന്ധി ഈ ഭൂരിപക്ഷം നേടുന്നത്. അത് പ്രത്യേക സാഹചര്യമാണ്. ആ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് രണ്ടാമതും വിജയിക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ പരിഹാസപൂർവം ഉള്ളൊരു സമീപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അതിന് പകരം ചെയ്യേണ്ടത് എന്താ? തന്നെ ഉത്തരേന്ത്യ കൈവിട്ട കാലത്തും സ്വീകരിച്ച വയനാടിനെ നിലനിർത്താനുള്ള രാഷ്ട്രീയ മര്യാദയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അതാണ് CPM-ന്റെ പോയിന്റ്, അതാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ടത്. ശരി, ഓക്കെ. ശ്രീ ഫസൽ ഗഫൂർ, അങ്ങനെ ആപത്ത് കാലത്ത് കൈപിടിച്ച, ഉത്തരേന്ത്യയിൽ തകർന്നടിഞ്ഞു പോയപ്പോഴും അമേഠിയിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ജയിപ്പിച്ച 4.25 ലക്ഷത്തിന് ജയിപ്പിച്ച വയനാട്ടുകാരെ പരിഹസിച്ചോ രാഹുൽ ഗാന്ധി? അങ്ങനെ പരിഹസിച്ചൊന്നും രാഷ്ട്രീയമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കോമൺ ആയിട്ട് ഞാൻ പറയാം, സമാജ്വാദി പാർട്ടി, മറ്റേ മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, അടൽ ബിഹാരി വാജ്പേയി, അങ്ങനെ അനേകം നേതാക്കന്മാർ പല സ്ഥലത്ത് മത്സരിച്ചിട്ട് 2 സ്ഥലത്ത് മത്സരിച്ചിട്ട് നമ്മുടെ ഭരണഘടന പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് മത്സരിക്കാവുന്നുള്ളൂ. അതൊരു വിഷയമല്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇവിടെ ആവശ്യമില്ല രാഹുൽ ഗാന്ധിയുടെ. കാരണം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ ഗാന്ധി. മനസ്സിലായില്ലേ? ഇപ്പോൾ വാരാണസിയിൽ MP ആയിട്ടല്ലല്ലോ നമ്മൾ നരേന്ദ്രമോദിയെ കാണുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ നേതാവായിട്ടാണ് കാണപ്പെടുന്നത്. അതേമാതിരി ഇദ്ദേഹം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി വടക്കേ ഇന്ത്യയിൽ നേതാക്കന്മാരില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും എനിക്ക് തോന്നണില്ല എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറ്റുന്നു. PCC പ്രസിഡൻ്റെ പേര് പറയാൻ പറ്റുമോ? നാരായണൻ നമ്പൂതിരിക്ക് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മനസ്സിലായില്ലേ? കാരണം ആരെ അറിയപ്പെടുന്ന നേതാക്കന്മാരില്ല, ഉണ്ടായിരുന്ന നേതാക്കന്മാരിലൊക്കെ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുകയാണ് ജിതേന്ദ്ര പ്രസാദൊക്കെ മാതിരിയുള്ള ആൾക്കാർ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹം ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കോൺഗ്രസ് ഒരു റിവൈവൽ നടത്താൻ പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വെറുതെ വന്നിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ആരായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയാലും നമ്മുടെ കോൺഗ്രസിൻ്റെ MP ആയാലും അവർ ഭരണത്തിൽ വലിയ ഭാഗമാവുന്നില്ല. അവർ MP മാരല്ലേ, സ്റ്റേറ്റ് ഭരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്നത് CPM ആണ്. എന്ത് റോളാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ? അപ്പോൾ ആ നിലക്ക് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയതിനെ പറ്റിയിട്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കും. പിന്നെ അദ്ദേഹം വഞ്ചിച്ചോ ഇല്ലേ അത് വേറെ വിഷയമാണ്. മനസ്സിലായില്ലേ? അത് ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സാണ്. ആ ടാക്ടിക്സ് എടുത്തു അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ടാക്ടിക്കാണ്, തന്ത്രമാണ്. വഞ്ചനയല്ല, തന്ത്രമാണ്. ഇനി കുതന്ത്രമാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം അവിടെ പോയി മത്സരിക്കൊണ്ട് വേറെ സിഗ്നൽ കൂടി വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായല്ലോ, ഇവിടെ നിന്ന് ജയിച്ചതായാലും അവിടെ പോയാലും വീണ്ടും തോറ്റുപോകാൻ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? തോക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മൾ സത്യസന്ധമായി പറയണമല്ലോ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലക്ക് ഞാൻ പറയാം, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു 15 സീറ്റ് ആണ് കിട്ടുള്ളൂ ഉത്തർപ്രദേശിൽ എന്നുള്ളതാണ്. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ 45 സീറ്റ് കിട്ടിയിരിക്കുന്നത് ഈ ഇന്ത്യ അലയൻസിന്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ധൈര്യപൂർവ്വം അങ്ങോട്ട് പോയി മത്സരിച്ചതിന് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ കണക്കാണ്. അദ്ദേഹം ഇപ്പോൾ മാറിപ്പോയല്ലോ. ഒരുപാട് തവണ നമ്മൾ തന്നെ ഈ ചാനലിലിരുന്ന് അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്നൊക്കെ അദ്ദേഹം മാറി ജോഡോ യാത്രകൾക്കൊക്കെ പോയി, ഇതോടെ കഷ്ടപ്പാടാണുള്ളത് യാത്രക്ക് പോക്ക്. അതൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടി ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ കോൺഗ്രസ് അവിടെ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് അവിടെയുള്ള കക്ഷികൾ, അതായത് DMKയുടെ ശക്തിയുടെ മുകളിലും അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ശക്തിയുടെ മുകളിലും അല്ലെങ്കിൽ നമ്മുടെ ശിവസേന UBTയുടെ ഒക്കെ അതായിട്ടുള്ള കോയിലീഷൻ കൊണ്ടാണ്. അപ്പോൾ ഇനി പാർട്ടിയെ കെട്ടിപ്പടുത്തേണ്ട കേരളത്തിൽ ആവശ്യമില്ലല്ലോ. കോൺഗ്രസ്സുകാരെ ചവിട്ടിയിട്ട് നിൽക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലമാണ് കേരളം. അപ്പോൾ ആ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രഭാവം പിടിച്ചേർക്കാനായിട്ട് അദ്ദേഹം ഗ്രൗണ്ട് ലെവലിൽ
ലെവലിൽ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ പോയതെങ്കിൽ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് മാത്രമേ പിടിച്ചുകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് രാജിവെക്കുന്നതാണ് നല്ലത്. അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് രാജിവെക്കുന്നതാണ് പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അനാലിസിസ്. ഓക്കെ, വരാം. ശ്രീ നാരായണൻ നമ്പൂതിരി, നിങ്ങൾ എന്തൊക്കെ പരിഹാസമായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ. വയനാട് MP എന്ന് ആക്ഷേപത്തോടുകൂടി വിളിച്ചു. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ ജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ അല്ലാതെ ഉത്തരേന്ത്യയിൽ ഒരിടത്ത് നിന്നാലും രാഹുൽ ഗാന്ധി ജയിക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ നരേന്ദ്രമോദിയേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന്, വമ്പിച്ച ഭൂരിപക്ഷത്തിന് റായ്ബറേലി ജയിക്കുമ്പോൾ റായ്ബറേലി നിലനിർത്തുക, കൂടുതൽ മണ്ഡലങ്ങളിൽ ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഒരുക്കുക എന്നുള്ളതല്ലേ രാഹുൽ ഗാന്ധി സ്വാഭാവികമായും ചെയ്യേണ്ടത്? രാഹുൽ ഗാന്ധി എവിടെ നിൽക്കണം, എവിടെ ഒഴിവാക്കണം എന്നൊക്കെ അത് അവരുടെ തീരുമാനമാണ്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലെ ഒരു ആപത്ത് കാലത്ത്, കോൺഗ്രസിൻ്റെ ആപൽഘട്ടത്തിൽ ആപത്ത് കാലത്ത് അന്നം നൽകുകയും അഭയം നൽകുകയും ചെയ്ത മണ്ഡലമാണ് വയനാട്. അമേത്തിയിൽ തോക്കുമെന്നുറപ്പായപ്പോൾ രക്ഷ നേടാൻ വേണ്ടി വന്ന ഒരു മണ്ഡലം വയനാടിൻ്റെ കുടുംബമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാഹുൽ ഗാന്ധിക്ക് കുടുംബം ഉപേക്ഷിക്കാം, ആ കുടുംബം ഉപേക്ഷിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ നൈതികതയുടെ ഒരു പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോഴേ ഞങ്ങൾ പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കും, വയനാടിനെ വഞ്ചിക്കും. CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഖാക്കന്മാർ പറഞ്ഞത് വയനാട്ടിൽ മത്സരിക്കരുത്, നിങ്ങൾ UP യിൽ മത്സരിക്കൂ. വയനാട്ടിൽ എന്തിനാണ് മത്സരിക്കുന്നത്? അതാണല്ലോ അന്ന് ആനി രാജ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പന്ന്യൻ രവീന്ദ്രന് വേണ്ടി പ്രചരണത്തിന് വന്ന D രാജ വയനാട്ടിൽ പോയില്ല. അതേ ആനി രാജ വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫസൽ ഗഫൂർ പഴയ കുറേ നേതാക്കന്മാരുടെ പറഞ്ഞു, അടൽജിയുടെയും മറ്റ് മുലായം സിംഗിൻ്റെയൊക്കെ 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചവർ. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ 2 മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നു. മോഡി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2014 2 മണ്ഡലത്തിൽ മത്സരിച്ചു. വാരണാസിയിലും ഗുജറാത്തിലും ഗാന്ധിനഗറിലും. ഈ 2 മണ്ഡലത്തിലും മത്സരിക്കുമ്പോൾ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു 2 മണ്ഡലത്തിലും മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാ. റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് വയനാട് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ റായ്ബറേലി പ്രഖ്യാപിച്ചില്ല? അവിടാണ് ഒരു രാഷ്ട്രീയ നൈതികതയുടെ പ്രശ്നം, ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെ പ്രശ്നം. റായ്ബറേലി ജയിച്ചു കഴിഞ്ഞപ്പോൾ ശരി, റായ്ബറേലി സ്വന്തമാക്കാം, അദ്ദേഹത്തിന് എവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെന്നൊക്കെ ആലോചിക്കാം. പക്ഷെ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ വയനാട്ടിൽ മത്സരിച്ച് റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പോരെ? എന്തിനാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ്? മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പറയുന്നത് ആദ്യം ഞാൻ വയനാട് എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞ് വന്ന് മത്സരിക്കാൻ വരികയും വയനാട് മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ, സ്വന്തം മണ്ഡലത്തിൽ ജയിച്ചപ്പോൾ വയനാട് ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെ അഭയം നൽകിയ ആളുകളെ തള്ളിപ്പറയുക എന്നുള്ളതല്ലേ? തനിക്ക് വീടില്ലാതായപ്പോൾ കയറി കിടക്കാൻ വീട് കൊടുത്തവരെ പുച്ഛിക്കുകയല്ലേ? അതല്ലേ നടക്കുന്നത്. അതിപ്പോ രാഹുൽ ഗാന്ധി എവിടെ വേണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അവരാണ്, നമുക്ക് അഭിപ്രായം പറയാനൊക്കെ അല്ലേ. പക്ഷേ ഈ രാഷ്ട്രീയ നൈതികത ഇല്ലായ്മയാണ് പലപ്പോഴും കോൺഗ്രസിന് പറ്റുന്ന അപജയത്തിന്റെ കാരണം. ശരി, അതാണ് BJPയുടെ ചാർജ്. ശ്രീ ഗഗാറിൻ, ഇപ്പോൾ ഇലക്ഷൻ എന്തായാലും വയനാട്ടിൽ നടക്കും, ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ കുറച്ചുകൂടി ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ വോട്ടുകൾ രാഹുൽ ഗാന്ധിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും. പക്ഷേ മുമ്പ് എനിക്ക് തോന്നുന്നു സത്യൻ മൊകേരി മത്സരിച്ചപ്പോഴാണ് വളരെ ടൈറ്റായ മത്സരം വന്നു. ഇതുവരെ വയനാടിൻ്റെ ചരിത്രത്തിൽ, വയനാട് പാർലമെന്റ് മണ്ഡലം ഉണ്ടായതിനു ശേഷം UDF മാത്രമേ ജയിച്ചിട്ടുള്ളൂ, കൈപ്പത്തിയിൽ മാത്രമേ ജയിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു തവണ 2014 വളരെ ക്ലോസ് ആയ മത്സരം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മാറി വേറൊരാൾ മത്സരിക്കുമ്പോൾ ഒരു ടൈറ്റായ ഇലക്ഷൻ വരും. ഈ തവണ കൈപ്പത്തിക്ക് വോട്ട് കുത്തിയ കുറേ അധികം ആളുകൾ അരിവാൾ നെൽക്കതിരിൽ വോട്ട് കുത്തും എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ സത്യൻ മൊകേരി മത്സരിച്ചപ്പോൾ കേവലം 20,000-ഓളം വോട്ടുകളുടെ വ്യത്യാസത്തിനാണ് സത്യൻ മൊകേരി പരാജയപ്പെട്ടത്. ഇവിടുത്തെ രാഷ്ട്രീയമായ മറ്റ് തെരഞ്ഞെടുപ്പുകളുടെ നില പരിശോധിച്ചാലും നമുക്കത് കാണാൻ വേണ്ടി കഴിയും. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് മറ്റൊന്നാണ് എന്ന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാലും ഈ മണ്ഡലത്തിലെ തന്നെ ചരിത്രം പരിശോധിച്ചാലും നമുക്ക് കാണാൻ വേണ്ടി കഴിയും.
അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഇതുപോലൊരു ഭൂരിപക്ഷം ലഭിക്കുന്നതിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളത് വളരെ വിശദമായി ഞങ്ങളുടെ പാർട്ടിയൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായ രൂപത്തിലേക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. പക്ഷേ ആ സാഹചര്യം ഒരിക്കലും ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വയനാട്ടിൽ വന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വയനാടിലെ ജനങ്ങളെ ഈ രീതിയിൽ അത് ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞിടത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇതിലൊരു വഞ്ചനയില്ലേ? തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് വരെ മിണ്ടാതിരുന്നിട്ട് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടും കഴിഞ്ഞിട്ട് റായ്ബറേലിയിൽ പിന്നീട് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച തന്നെയാണ് വഞ്ചന. രാഷ്ട്രീയത്തിൽ അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക അതിനൊന്നും തർക്കമല്ല. പക്ഷേ ഇങ്ങനെ വയനാട്ടുകാരെന്ന് പറയുന്നത് വയനാട്ടുകാർ പൊതുവേ നമുക്കറിയാലോ, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പട്ടികവർഗ ജനവിഭാഗങ്ങളടക്കം താമസിക്കുന്ന ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങൾ, തോട്ടം തൊഴിലാളികൾ, ഇതെല്ലാം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഏറ്റവും നിഷ്കളങ്കരായ മനുഷ്യരുള്ളൊരു പ്രദേശമാണ്. അവിടുത്തെ ജനതയോട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു വഞ്ചനാപരമായ സമീപനമാണ്. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലാണ് മത്സരിക്കേണ്ടത് എന്ന് ആദ്യം തന്നെ ചൂണ്ടിക്കാണിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇവിടെ വയനാടിനോട് കാണിച്ച രീതിയാണ് തെറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള യാതൊരു തർക്കവുമില്ല. വയനാടൻ ജനതയോട് MP ആയിരുന്നപ്പോൾ ചെയ്ത ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു മനുഷ്യരായിരുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങളൊക്കെ അപ്പോൾ അവിടെ റായ്ബറേലിയിലും ഉത്തർപ്രദേശിലും ആ ജയിച്ചിട്ടുള്ളതിൻ്റെ പിന്നിലും അവിടുത്തെ സമാജ്വാദി പാർട്ടിയുടെ വലിയ സംഭാവനയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അവിടുത്തെ ഓരോ സ്ഥലത്തും അമേഠിയിലും ജയിച്ചല്ലോ ഇത്തവണ. അമേഠിയിലും കോൺഗ്രസ് ഇത്തവണ ജയിച്ചല്ലോ. ആ ജയിച്ചതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട BJPക്കെതിരായിട്ടുള്ള വികാരം. എന്തിനേറെ പറയുന്നു, രാമജന്മഭൂമിയുടെ പേര് പറഞ്ഞ് രാമക്ഷേത്രം നിർമ്മിച്ച് വലിയ ഘോഷം നടത്തിയ ഫൈസാബാദ് മണ്ഡലത്തിലും BJP പരാജയപ്പെട്ടു. അപ്പോൾ അവിടെ രൂപം കൊണ്ട രാഷ്ട്രീയമാണ് ഇത്തരൊരു വിജയത്തിലേക്ക് അവിടെ രാഹുൽ ഗാന്ധിയെ ഈ തവണ എത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്, രാഹുൽ ഗാന്ധിയുടെ സമരം തെരഞ്ഞെടുപ്പ് രംഗത്തെ ഫൈറ്റ് എന്നത് BJPക്കെതിരായിട്ടുള്ള ഫൈറ്റാണെങ്കിൽ ഉത്തരേന്ത്യയിലാണ് അത് ആവശ്യമെന്ന് വളരെ മുൻകൂട്ടി പറഞ്ഞവരാണ് ഞങ്ങൾ. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ ഇപ്പോഴും ഒന്നും വെളിപ്പെടുത്തുന്നില്ലല്ലോ. ഇവിടെ സ്വീകരണം വാങ്ങുന്നു, അവിടെ സ്വീകരണം വാങ്ങുന്നു. അത് തന്നെ ഒരു ഇതായിട്ടില്ലേ, നടന്ന് സ്വീകരണം വാങ്ങുകയാണ്. 2 പാർലമെൻറ്റ് മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ നടന്ന് സ്വീകരണം വാങ്ങുകയാണ്. എന്നിട്ടും ഒന്നും മിണ്ടുന്നില്ല. അതും ഒരു വഞ്ചനാപരമായ സമീപനം എന്നുള്ളതാണ് LDFന്റെ ആക്ഷേപം. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ കാര്യമല്ല. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത്, പ്രഖ്യാപിച്ചത് വയനാട്ടിലെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. വയനാട്ടിൽ പോളിംഗ് നടക്കുമ്പോൾ വയനാട്ടുകാർക്ക്, വോട്ടർമാർക്ക് അറിയില്ലായിരുന്നു രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കാൻ ഒരുങ്ങുകയാണ് എന്ന്. അപ്പോൾ വയനാട്ടുകാരോട് വയനാടിൻ്റെ MP ആയി തുടരും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയതിന് ശേഷം ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റായ്ബറേലിയിൽ മത്സരിച്ചു, റായ്ബറേലിയിൽ ജയിച്ചു, റായ്ബറേലിയെ ഭരിക്കുന്നു. ആപത്ത് കാലത്ത് അഭയം നൽകിയ വയനാടിനെ കൈവിടുന്നു. ഇത് വഞ്ചനയാണെന്നാണ് ഇടതുപക്ഷം പറയുക സ്വാഭാവികമായി. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. 7 ഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഒരേ സമയം പാർട്ടി കമ്മിറ്റി ആലോചിച്ച് തീരുമാനിച്ചല്ല പ്രഖ്യാപിച്ചത്. ഓരോ ഘട്ടങ്ങളിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിച്ച് ഒരേ ഘട്ടമാണ് വയനാടും റായ്ബറേലിയും ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് പ്രഖ്യാപിക്കുമായിരുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അമേഠിയിലും വയനാട്ടിലും പ്രഖ്യാപിച്ചപ്പോൾ ഒരാശങ്ക ആർക്കും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ആ പറയുന്നത് ബാലിശമായൊരു കാര്യമാണ്. ഓരോ സ്റ്റെപ്പിലുമാണ് നമ്മൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. പിന്നെ രാഹുൽ ഗാന്ധി സ്വന്തം നിലയിൽ പോക്കറ്റിൽ കിടക്കുന്ന കാശെടുത്ത് ചിലവാക്കുന്നത് പോലെ അല്ലല്ലോ. ഇതൊരു പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത് ആരെ എവിടെ മത്സരിക്കണം, എപ്പോൾ മത്സരിക്കണം, എങ്ങനെ മത്സരിക്കണം എന്ന്. ഇപ്പോൾ ഞാൻ അല്പം വൈകിയ ചർച്ചയിൽ പങ്കെടുക്കാൻ ഞാനതിന് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ഈ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് പോയതിന് ശേഷം വന്നപ്പോൾ വളരെ തിരക്കായിരുന്നു വഴിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അല്പം ഡിലേ ആയത്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് എനിക്കറിയാം. എനിക്കും പലതും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞു സ്വീകരണം ഏറ്റുവാങ്ങുകയല്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി ചെയ്തത്. റായ്ബറേലിയിലും അതല്ല. തന്നെ ജയിപ്പിച്ച ജനങ്ങൾക്ക് അദ്ദേഹം നന്ദി പറയുകയാണ് ചെയ്തത്. അതിന് സ്വാഭാവികമായും ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ, മുന്നണി നേതാക്കൾ എല്ലാവരും ചേർന്ന് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചതിന് കേരളത്തിൽ ഇപ്പം എല്ലാ സ്ഥാനാർത്ഥികളും ജയിച്ചവർ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസങ്ങളിലായി.
ഇപ്പോൾ കണ്ണൂർ തന്നെ ഇന്നൊഴിച്ച് ഇന്നലെയും നാളെയും ശ്രീ കെ സുധാകരൻ്റെ നന്ദി പര്യടനം നടക്കുകയാണ്. ഞാനിപ്പോൾ കൂത്തുപറമ്പിലാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ ആളുകളും നന്ദി പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു വളരെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു നേതാവിന് മുഴുവൻ പഞ്ചായത്തുകളിലൂടെയും വില്ലേജുകളിലൂടെയും കടന്നു പോകാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറയാനുള്ള വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ ഞങ്ങളുടെ ഡ്യൂട്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരേ സ്റ്റെപ്പിൽ നടക്കാത്ത തെരഞ്ഞെടുപ്പ് എന്ന ഒറ്റ കാരണം കൊണ്ട് സംഭവിച്ചു പോയൊരു കാര്യത്തെ ഇവർ ആക്ഷേപിക്കുന്നതിന് പിന്നിൽ ഒറ്റ പൊളിറ്റിക്സേ ഉള്ളൂ. കാരണം ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ മുഖ്യധാരാ മത്സരം. സ്വാഭാവികമായും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒഴിയുമെന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഒഴിയാൻ സാധ്യതയില്ലെന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് രാഹുൽ ഗാന്ധിക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അല്ല, ഇന്നിപ്പോ രാഹുൽ ഗാന്ധിക്ക് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വേദനയോടുകൂടിയാണ് രാഹുലിനെ വയനാട്ടിൽ നിന്ന് വിടുന്നത്. രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മാത്രം ഒതുങ്ങാൻ പറ്റില്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കേണ്ട നേതാവാണ് എന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കൺഫ്യൂഷന്റെ ഒന്നും ഒരു സാഹചര്യവുമില്ല. അങ്ങനല്ല. KPCC പ്രസിഡന്റ് പറഞ്ഞത് രാജ്യത്ത് വയനാട്ടിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു നേതാവല്ല, രാജ്യം മുഴുവൻ ഓടി നടക്കേണ്ട ഒരു നേതാവാണ്. അവിടേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും നമുക്ക് സങ്കടമുള്ളതാണെങ്കിൽ പോലും നമ്മളത് അംഗീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഉടനെ അദ്ദേഹം പോയെന്നാണോ അതിനർത്ഥം? അങ്ങനല്ല. അതിന് നമ്മൾ ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വരി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എനിക്ക് ജീവിതകാലത്ത് എക്കാലവും കടപ്പെട്ട പ്രദേശമാണ് വയനാട്, ഞാൻ എന്നും ഓർമ്മിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് ഓർമ്മിക്കുന്നില്ല എന്നാണോ അതിനർത്ഥം? അങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. ഒരുപക്ഷെ വയനാടോ റായ്ബറേലിയോ ഏതെന്ന് പാർട്ടി തീരുമാനിക്കും, ഉചിതമായ സമയത്ത് അത് പൊതുസമൂഹത്തെ അറിയിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോൺഗ്രസിനെ ഇപ്പോഴും വിമർശിക്കുന്ന CPM പ്രതിനിധി പറഞ്ഞത് കേട്ടുകൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊരു മിനിമം മര്യാദ ഇനിയെങ്കിലും രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. രാജസ്ഥാനിലെ സീക്കാറിൽ 30,000 വോട്ട് മാത്രമുണ്ടായിരുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവിനെ, അവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയെ ഞങ്ങൾക്ക് 4 ലക്ഷത്തിലധികം വോട്ടുകൾ ഉള്ളിടത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ട് നിൽക്കുന്നവരാ. അതാ നിങ്ങൾക്കുള്ള ഒരു MP. തമിഴ്നാട്ടിലാണെങ്കിൽ DMK 5 ലക്ഷം വോട്ടിന് ജയിക്കുന്ന ഒരു സീറ്റ് നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ജയിപ്പിച്ചിട്ട് നിൽക്കുമ്പം ഓലെ തൂങ്ങിയവൻ്റെ ചീലെ തൂങ്ങിയ പോലെ നിൽക്കുന്ന നിങ്ങൾ വന്നിട്ട് കോൺഗ്രസിനിട്ട് വെടിവെക്കാൻ വരിക. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? AK ബാലൻ പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിയോ മരപ്പട്ടിയോ ചിഹ്നമാകേണ്ടിടത്തുനിന്ന് രക്ഷിച്ചൊരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനോടും വിശിഷ്യ കോൺഗ്രസിൽ മറ്റാരോടും നന്ദി പറഞ്ഞില്ലെങ്കിലും രാഹുൽ ഗാന്ധിയോടും മിനിമം നന്ദി പറയാനുള്ള മര്യാദ കാണിക്കും നിങ്ങൾ. അദ്ദേഹത്തിൻ്റെ മുറത്തോട്ട് പിണറായി വിജയൻ ആകാതെ എല്ലാവരും ഇത്രയും തിരിച്ചടി കിട്ടിയിട്ടും പഠിക്കത്തില്ലേ നിങ്ങൾ? നിങ്ങളുടെ ചിഹ്നം നിലനിർത്തി തന്ന നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു മര്യാദ നിങ്ങൾ കാണിക്കുക ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ. തെരഞ്ഞെടുപ്പ് വരും പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പോരാട്ടത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ് നമ്മൾ. ഇന്ത്യ സഖ്യം 28 പാർട്ടികൾ, അതിലൊന്നാണ് CPM. ആ സ്നേഹമാണ് ഞങ്ങൾ കാണിച്ചത്. നിങ്ങളോട് കാരുണ്യം അർഹിക്കുന്ന പാർട്ടിയല്ല CPM കേരളത്തിൽ. ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കാൻ പോയാളാ വിജയൻ, മനസ്സിലായില്ലേ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ഒരു വിട്ടുവീഴ്ചയുടെയും കാര്യമില്ല ഞങ്ങൾക്ക്. എന്നിട്ടും ഞങ്ങൾ ഔദാര്യം കാണിച്ചു, മര്യാദ കാണിച്ചു, രാഷ്ട്രീയ ധാർമ്മികത, മുന്നണി ധാർമ്മികത കാണിച്ചിട്ട് നിൽക്കുന്നവരാ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ മുഖത്തോട്ട് വണ്ടി ഓടിക്കാൻ വരല്ലേ, ശരി, നാടൻ ഭാഷയെ പറയാ, വണ്ടി ഓടിക്കാൻ വരല്ലേ, ശരി. അതാണ് കോൺഗ്രസിന് ലോറിയുടെ അടിയിൽ അകപ്പെട്ട തവളയുടെ അവസ്ഥയായി പോകും CPM-ന്. ശരി, ഓക്കെ. ശ്രീ ഫസൽ ഗഫൂർ, ഇനി ആര് വയനാട്ടിൽ വരും? അതാണ് നമ്മൾ കൗതുകത്തോടു കൂടി കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് വയനാട് എൻ്റെ കുടുംബമാണെന്ന്, വയനാടിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി വേണമെങ്കിൽ വന്ന് മത്സരിക്കാമല്ലോ, കുടുംബ ബന്ധം നിലനിർത്താമല്ലോ. ഇന്ന് രാഹുൽ പറഞ്ഞ മറ്റൊരു കാര്യം, വാരണാസിയിൽ പ്രിയങ്ക മത്സരിച്ചിരുന്നെങ്കിൽ 3 ലക്ഷം വോട്ടിന് ജയിച്ചേനെ എന്നാണ്. അപ്പോൾ ഇലക്ഷൻ പ്ലാൻസ് ഉണ്ട്. വേണമെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് വയനാടിൻ്റെ MP ആവാം ഒരു ചോയ്സ്. രണ്ടാമത്തേത് K മുരളീധരൻ, അദ്ദേഹത്തെ ബലിയാടാക്കിയെന്ന അമർഷം അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ട്. എല്ലായിടത്തും ജയൻ കില്ലർ എന്ന് അവതരിപ്പിച്ച് BJP-യോട് മത്സരിക്കാൻ അയക്കുന്നു, പരാജയപ്പെടുത്തുന്നു എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ മുരളീധരന് അവിടെ വരാം. ഇനി അതൊന്നും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വരെ എന്ന് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. ഒരു മുസ്ലിം കോൺഗ്രസ് നേതാവ് അവിടെ വരണം. ലീഗ് എന്തായാലും മത്സരിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ സീറ്റാണ്. അപ്പോൾ MM ഹസൻ മുതൽ ഉള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കാണ് സാധ്യത? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ആദ്യം തന്നെ ഈ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുമ്പോൾ അവരുടെ ലോക്സഭ അല്ലെങ്കിൽ അസംബ്ലി, ലോക്സഭ നിയോജക മണ്ഡലം തലോടാനും അതിനെ സ്നേഹിക്കാനും കെട്ടിപ്പിടിക്കാനും അല്ല മത്സരിക്കുന്നത്. അവർ പാർലമെൻറ്റിലെത്താണ്.
അവരവിടുത്തെ മനസ്സിലായില്ല. പക്ഷേ ലോക്സഭയിലെ പ്രത്യേകിച്ച് ഞാൻ പറയണം, അസംബ്ലിയിൽ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ തലോടലൊക്കെ ഉള്ളൂ ഇപ്പോൾ നിയോജകമണ്ഡലത്തിൻ്റെ. അപ്പോൾ ആ നിലക്ക് ഈ തർക്കം പിന്നെ വേറെ ഖേദകരമായ ഒരു തർക്കം ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം NDAനെ പൊട്ടിക്കാനായിട്ട് അടുത്തെത്തിയത് ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ആ BSPയുടെ വോട്ടും അല്ലെങ്കിൽ JDUവിൻ്റെ വോട്ടുകളും ഒക്കെ അങ്ങോട്ടും കൂടെ ഇല്ലാതിരുന്നെങ്കിൽ മനസ്സിലായില്ലേ, ഇപ്പോൾ JDU അറ്റ്ലീസ്റ്റ് അവർ 270 നിന്നേനെ. ആ സമയത്ത് ഇപ്പോഴും അതിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള ആൾക്കാർ ഒരു നിയോജകമണ്ഡലത്തിൻ്റെ പേരിൽ അനാവശ്യമായി തലൂടിക്കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നാരായണൻ നമ്പൂതിരിയുടെ മുഖത്തൊരു ചിരിയെങ്കിലും വരാതെ വയ്ക്കുമോ? അതാണ് എനിക്ക്, ആ ചിരിയാണ് എനിക്ക് പേടി. കാരണം ഇവരിങ്ങനെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ചെറിയ കുട്ടികൾ സംസാരിക്കുന്ന മാതിരിയാണ് സംസാരിക്കുന്നത്. നിങ്ങളങ്ങതാക്കിയില്ലേ, മറ്റേതാക്കിയില്ലേ, മറിച്ചാക്കിയില്ലേ. അപ്പോൾ അതിൽ നിന്ന് ഇവർ മാറിയിട്ട് കുറച്ചും കൂടെ പക്വത കാണിക്കണം ഈ വിഷയത്തിൽ. ഒരു ഇത്രയും സ്ഥിതിയായിട്ട് നിൽക്കുമ്പോൾ NDAനോട് അടുത്ത് നിൽക്കുമ്പോൾ ഇന്ത്യ അലയൻസ്, അപ്പോൾ അതിലെ കക്ഷികൾ. രണ്ടാമത്തെ സംഭവം ഇതിൽ ആര് പകരം വരണമെന്ന് അതിനെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. പ്രിയങ്ക ഗാന്ധി നിൽക്കാൻ പാടില്ല. കാരണം ഈ ഒരു വികാരം അവിടെ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഗഗാറിൻ്റെ പാർട്ടിക്കാർക്കും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം അവിടെ ഉള്ളപ്പോൾ അവിടെ കൊണ്ട് പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയിട്ട് എങ്ങാനും പ്രിയങ്ക ഗാന്ധി തോറ്റുപോയിട്ട് എന്തായിരിക്കും അവസ്ഥ? ഒന്ന്. രണ്ടാമത്, പ്രിയങ്ക ഗാന്ധി കയറി മത്സരിച്ചാൽ അപ്പോൾ അമ്മയുണ്ട്, മകനുമുണ്ട്, മകളുമുണ്ട്. ഇതിനെക്കാട്ടും ഭീകരമായിട്ടുള്ളത് ലാലു പ്രസാദ് യാദവ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയായി, അദ്ദേഹം മുഖ്യമന്ത്രിയായി, അദ്ദേഹത്തിന് 2 പെൺകുട്ടികൾ പാർലമെൻറ്റിൽ ഇവരോട്ട് മത്സരിക്കുന്നു, ഒരാൾ ജയിച്ചു, മകനും 2 മക്കൾ MLAമാർ. ആ ഒരു സ്ഥിതിവിശേഷമില്ല. പ്രിയങ്ക ഗാന്ധി എൻ്റെ അഭിപ്രായത്തിൽ പാർട്ടിയിൽ വർക്ക് ചെയ്തോട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈവൺ ഒരു രാജ്യസഭാ സീറ്റിൽ പോയാലും കുഴപ്പമില്ല, അവിടെ രക്ഷപ്പെട്ടു പോരുമല്ലോ. വേറെ തെലങ്കാനയിൽ നിന്ന്. അല്ലാതെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിക്കുന്ന റിസ്ക്കും ശരിയല്ല. അത് വയനാടുകാരോട് ചെയ്യുന്ന ഒരു അന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അവിടെ കോൺഗ്രസിൻ്റെ ഏതോ ശക്തനായിട്ടുള്ള ആളെ മത്സരിച്ചോട്ടെ, അതിലിപ്പോൾ പറഞ്ഞു വരുന്ന മാതിരി. പിന്നെ മുരളീധരൻ ജയൻറ്റ് കില്ലറാണെന്നൊന്നും പറഞ്ഞാലൊന്നും ഞാൻ സമ്മതിക്കില്ല. ജയൻറ്റ് കില്ലറാണെങ്കിൽ ജയൻറ്റ് ടൈംസ് കിൽഡ് ഓൾസോ, അതും കൂടെ നോക്കാം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം, ഞാൻ ജയൻറ്റ് കില്ലർ അവതരിപ്പിച്ചൊരു കാര്യമില്ല, ആവണമല്ലോ, ആയില്ലല്ലോ, മനസ്സിലല്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം മുരളീധരൻ ശക്തനായിട്ടുള്ള നേതാവ് അല്ലാന്നോ അദ്ദേഹത്തിന് കഴിവില്ലാന്നോ അങ്ങനെയല്ല. ജയൻറ്റ് കില്ലറായിട്ട് അവതരിപ്പിച്ചതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ജയൻറ്റ് കില്ലർ അല്ല, അതിൻ്റെ വേർഡിന് അത് ഉചിതമായിട്ടുള്ളൊരു വാക്കല്ല അത്, മനസ്സിലല്ലേ. ജയൻറ്റ് കില്ലർ ഓർ ജയൻറ്റ് സ്ലെയ്ഡ് അതൊക്കെ വേറെ വാക്കുകളാണത്, മനസ്സിലല്ലേ. ജയൻറ്റ് വിക്ടിമും അതൊക്കെ ആ വാക്കുകളിലോട്ട് നമ്മൾ വേണം. പക്ഷേ മുരളീധരൻ ഉചിതനായിട്ടുള്ള കാൻഡിഡേറ്റാണ്. പക്ഷേ തോറ്റ ഉടനെ തന്നെ, ഒരു ഇലക്ഷന് തോറ്റ ഉടനെ തന്നെ കയറ്റി മത്സരിപ്പിക്കുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. എൻ്റെ അഭിപ്രായമാണ് അതിനെ പറ്റിയിട്ട്. അത് പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടിയോട് തോറ്റു കഴിഞ്ഞിട്ട് അവിടെ തോൽവി നമ്മൾ അംഗീകരിക്കണം. തോറ്റു, തീർന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരണം. പിന്നെ മുസ്ലിം കാൻഡിഡേറ്റിനെ നമുക്ക് നിർത്താം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് അതിലെതിരെ അഭിപ്രായം ഞാൻ പറഞ്ഞു. പക്ഷേ അത് ഉചിതം ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കയറ്റി നിർത്താൻ പറ്റില്ല. അല്ലെങ്കിൽ വളരെ സീനിയറായിട്ടുള്ള ആളെ നിർത്താൻ പറ്റില്ല. അതിന് ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അതിനെപ്പറ്റി കൂടുതൽ അനിൽ ബോസ് പറയും. അങ്ങനെ ഉചിതനായിട്ടുള്ള ഈ ചർച്ച ഞാനൊരിക്കൽ രമേശ് ചെന്നിത്തലയായിട്ട് നടത്തിയിരുന്നു, മനസ്സിലല്ലേ. അപ്പോൾ രമേശ് എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉചിതമായ കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നിർത്താം. ഇതിന് മുമ്പായിട്ട് രാഹുൽ ഗാന്ധി നിൽക്കുന്നതിനെക്കാട്ടും മുമ്പ് ഞാൻ ചോദിക്കുന്നത് ആരെയാണ് നിർത്താൻ പോകണമെന്നുള്ളത്. അപ്പോൾ അതിങ്ങനെയാണല്ലോ നിങ്ങൾ പറഞ്ഞ തന്നെ മീഡിയയിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ പേര് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോ വിന്നബിൾ കാൻഡിഡേറ്റിനെ നിർത്തലാണ് അവിടുത്തെ സംഭവം. അതിൽ വിന്നബിൾ കാൻഡിഡേറ്റ് മുസ്ലിമായിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു, കുഴപ്പമില്ല, ഉണ്ടായിക്കോട്ടെ. പക്ഷേ എന്താ അറിയോ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വികാരം നിലനിൽക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് വേണം കോൺഗ്രസ് പാർട്ടി നീങ്ങാനായിട്ട് അക്കാര്യത്തിൽ. കാരണം ജനങ്ങൾ എങ്ങനെ അത് പ്രതികരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതാണ് രാഹുൽ ഗാന്ധി തിരിച്ചു പോയതിനാൽ വയനാടിലെ ഒരു UDFകാരനും അതിനെ എതിർക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവാണ് വടക്കേ ഇന്ത്യയിൽ. കാരണം അനിൽ ബോസ് ഉണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ. അദ്ദേഹം തിരിച്ചു പോയതിനെ സ്വാഗതം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശും ഹിന്ദി ഹാർട്ട്ലാൻഡ്, ബീഹാർ, അവിടെയൊക്കെ ഒരു കോൺഗ്രസ്സുകാരനും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവില്ല അതിനെ നയിക്കാനായിട്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് പേര് കൂറുമാറി BJPയിലോട്ട് പോയിട്ടുള്ള ഒരു മേഖലയാണത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പോകുന്നതാണ് നല്ലത്. പ്രിയങ്ക ഗാന്ധി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശ്രീ ഫസൽ ഗഫൂർ, CSDSന്റെ സർവേ പറഞ്ഞത്, CSDSൽ രാജ്യവ്യാപകമായി നടത്തിയ സർവേയിൽ പറഞ്ഞത് ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ജനപ്രീതി രാഹുൽ ഗാന്ധിക്കാണ് എന്നാണ്.
അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ജനപ്രീതി വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് UP. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുക്കണം. രാഹുൽ ഗാന്ധി ഇഫക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, ജുഗൽബന്ദിയാണ് അവിടെ 42-43 സീറ്റ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ മൊമെന്റം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടം എന്ന പ്രത്യേകത ഉത്തർപ്രദേശിനെ സംബന്ധിച്ചുണ്ട്. ഓക്കെ, ശ്രീ അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി, ഇവിടിപ്പോൾ രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിലെ ഒരു ചെറിയ സ്റ്റേറ്റിൽ 20 പാർലമെന്റ് മണ്ഡലങ്ങൾ മാത്രമുള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് നേതാവാവുന്നതായിരിക്കും നിങ്ങൾക്ക് സ്വാഭാവികമായും താല്പര്യം. ഉത്തർപ്രദേശ് പോലെ വലിയൊരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഒരു വലിയ ഫിഗറായി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ ദേശീയ മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ വരവ് നമ്മൾ കണ്ടു, അദ്ദേഹം എമർജ് ചെയ്തിരിക്കുന്നു, പപ്പു എന്നുള്ളത് പഴങ്കഥയായിരിക്കുന്നു. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുള്ള അപദാനങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ആകെ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒപ്പം നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പരിഹാസങ്ങളും പതുക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CSDSന്റെ സർവേ അനുസരിച്ച് ഉത്തർപ്രദേശിലെ മോസ്റ്റ് പോപ്പുലർ നേതാവാകുന്നു. അദ്ദേഹം റായ്ബറേലി ജയിക്കുന്നു. അദ്ദേഹത്തിന് ഉചിതനായ ഒരു സഖ്യകക്ഷി പാർട്ട്ണറെ ഉത്തർപ്രദേശിൽ കിട്ടുന്നു. ബീഹാറിലും മികച്ചൊരു സഖ്യമുണ്ട്. അവിടെ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഗംഗാ സമതലത്തിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ്, എനിക്കൊന്ന് 90-കൾക്ക് ശേഷം ആ നിലയ്ക്ക് വരുന്നത്, നരസിംഹറാവു തൊട്ടിങ്ങോട്ട് തെക്കേ ഇന്ത്യയിലേക്ക് വന്നത് മുതലാണ് കോൺഗ്രസിന്റെ പതനം തുടങ്ങുന്നത്. അപ്പോൾ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച ഒരു കോൺഗ്രസിന്റെ വലിയൊരു ടവറിംഗ് നേതാവ് ഉയർന്നു വരുന്നു എന്നുള്ളത് ഭാവിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ലേ? എൻ്റെ അഭിലാഷ്, ഈ ജുഗൽബന്ദിയൊക്കെ ഒന്ന് ഈ തവളയും ലോറിയും ഒക്കെ ആയിട്ട് സംസാരിക്കട്ടെ. ആ തർക്കം രാഹുൽ ഗാന്ധിയും വയനാടുമായതുകൊണ്ട് തവള ആരാണ് ലോറി ആരാണ് ആ തർക്കം അവർ തീർക്കട്ടെ. ജുഗൽബന്ദിയെക്കുറിച്ച് പറഞ്ഞ ഈ ജുഗൽബന്ദി ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടല്ലോ. 2014 ജുഗൽബന്ദി ഉണ്ടായിരുന്നു. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറയട്ടെ എൻ്റെ അഭിലാഷേ. സീറ്റ് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ജുഗൽബന്ദി ഈ പല ജുഗൽബന്ദികൾ പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് ജുഗൽബന്ദികൾ എപ്പോഴും വിജയിച്ചോണമെന്നില്ല, ചില സമയത്ത് വിജയിച്ചെന്ന് വരാം. BJPയെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി എവിടെ പ്രവർത്തിച്ചാലും എവിടെ കോൺസെൻട്രേറ്റ് ചെയ്താലും BJPയെ അത് ബാധിക്കുന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ബേസ് വോട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയും കോൺഗ്രസുമായി നേരിട്ട് മത്സരം നടന്ന സംസ്ഥാനങ്ങളിലൊക്കെ BJPക്കാണ് മേൽക്കൈ. മധ്യപ്രദേശിൽ BJPയും കോൺഗ്രസുമായി മത്സരിച്ചു, മുഴുവൻ സീറ്റും ഞങ്ങൾ ജയിച്ചു. ഹിമാചൽ BJPയും കോൺഗ്രസ്, ഞങ്ങൾ മുഴുവൻ ജയിച്ചു. തെലങ്കാന BJPയും കോൺഗ്രസ് മത്സരിച്ചു, 50-50. അതല്ലേ ശരി? അപ്പോൾ BJPയും കോൺഗ്രസുമായി നേരിട്ട് നടന്ന മത്സരങ്ങളിൽ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈ ഉണ്ടായിരിക്കുന്നത് BJPക്കാണ്. അല്ല, അത് നമ്മൾ പഴയ കണക്കുമായി താരതമ്യം ചെയ്ത് വേണം പറയാൻ. കഴിഞ്ഞ തവണയുമായി 2019 2014 സ്ട്രൈക്ക് റേറ്റ് ഒന്ന് താരതമ്യം ചെയ്യൂ. ശരിയാണ്, കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിച്ച സീറ്റുകളിൽ കൂടുതൽ BJP ജയിച്ചു. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലം എങ്ങനെയായിരുന്നു? എത്ര ചെറിയ സീറ്റിലായിരുന്നു കോൺഗ്രസ് ജയിച്ചത്? ഇത്തവണ കാര്യങ്ങൾ മാറിയില്ലേ? കഴിഞ്ഞ തവണത്തെക്കാൾ 62 സീറ്റ് BJP നഷ്ടപ്പെടുത്തി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 62 സീറ്റ് നഷ്ടപ്പെടുത്തിയപ്പോൾ അതിൽ കൂടുതൽ സീറ്റ് പിടിച്ചത് കോൺഗ്രസ് ആണ്. അഭിലാഷ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 240 സീറ്റ് കിട്ടിയതിനേക്കാൾ വലിയ വിജയമായിട്ടാണോ നിങ്ങൾ ഈ 99 സീറ്റിനെ കാണുന്നത്? ഇല്ല, അങ്ങനെ കാണുന്നില്ല. 10 വർഷം ഭരിച്ചിട്ട് 10 വർഷം ഭരണത്തിലിരുന്ന BJPക്ക് 60 സീറ്റ് കുറഞ്ഞു. ശരിയാ, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് BJPക്കെതിരെ അതിശക്തമായ പ്രചരണം നടത്തി ഇന്ത്യ മുഴുവൻ സഖ്യമുണ്ടാക്കി BJPയെ NDA തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് കോൺഗ്രസിന് കിട്ടിയ സീറ്റ് എത്രയാ? 99 100 തികഞ്ഞിട്ടില്ല. 2 സ്വതന്ത്രന്മാർ കൂടെ വരുമ്പോഴാണ് 101 ആകുന്നത്. 99 കിട്ടിയ ഒരു പാർട്ടിയുടെ നേതാവിനെയാണ് നിങ്ങൾ. അല്ല ശ്രീ നാരായണ നമ്പൂതിരി, ആ 99 കിട്ടുന്ന സാഹചര്യം കൂടി നമ്മൾ കാണണ്ടേ? ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാതിരുന്ന സകല സംവിധാനങ്ങളും BJPയുടെ ഒപ്പം ഉണ്ടായിരുന്ന, മണി, മസിൽ, മീഡിയ, മെഷീനറി സകലതും നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന, അങ്ങേയറ്റത്ത് വളരെ ദുർബലരായ ഒരു കൂട്ടം ഒപ്പോസിഷൻ പാർട്ടികൾ മാത്രം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് 62 സീറ്റ് കുറയുന്നത്. 400 പാർ നേടാൻ പോയ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾക്ക് 62 സീറ്റ് കുറയുന്നത്. കോൺഗ്രസിന്റെ സീറ്റ് ഏതാണ്ട് ഇരട്ടിയാവുന്നത്. ആ വ്യത്യാസം ഇല്ലേ അവിടെ? നിശ്ചയമായും ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല. ഇത് 99-ലെ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ, 96-ലെ തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ കോൺഗ്രസ് വലിയ പരാജയം നേരിട്ടു എന്നേ ഞാൻ പറയൂ. ഇത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ 3rd വേഴ്സ്റ്റ് നമ്പറാണ്. പക്ഷേ അതിന് വിജയത്തിന് തിളക്കം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഒന്നുകിൽ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. പറഞ്ഞോളൂ അഭിലാഷ്, ഒന്നുകിൽ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കൂ. അതല്ലാതെ നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കാൻ നിങ്ങളിത് മൈതാന പ്രസംഗം നടത്തിയിട്ട് എന്താ അവതാരക?
പറഞ്ഞോ. നിങ്ങൾ ഈ സാധാരണ വേറെ നിരീക്ഷകന്മാരെ പോലെ നിങ്ങൾ വേറെ ആരെ സംസാരിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ തന്നെ പറയുന്നത് ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക. അതിന്റെ കാര്യം അല്ല പറഞ്ഞോ, നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടിയാണല്ലോ ഞാൻ തരുന്നത്. പറഞ്ഞോ. അല്ല പറഞ്ഞോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചോദ്യം നിർത്തിയിട്ട് വേണ്ടേ എനിക്ക് പറയാൻ. ശരി, അല്ല വായ അടച്ചിട്ട് വേണ്ടേ എന്റെ വാ തുറക്കാൻ. അല്ല എന്റെ ഒരു എതിരഭിപ്രായം പറഞ്ഞാണ്, നമ്മൾ ചോദിച്ചും പറഞ്ഞു പോകുന്നല്ലേ അതിന്റെ ഒരു ഭംഗി. അല്ല ഈ ചോദ്യം എന്നോട് മാത്രമാകുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഞാൻ BJPക്ക് നേട്ടമുണ്ടാവുമെന്ന് പറയുമ്പോൾ മാത്രം അഭിലാഷിന് ചോദ്യം ഉയരുകയും 99 സീറ്റ് കിട്ടി അത് ജയമാണെന്ന് പറയുന്നിടത്ത് സന്തോഷത്തോടെ കൈകൊട്ടി ആടിപ്പാടുകയും ചെയ്യുന്നത് കാണുമ്പോഴേ ബുദ്ധിമുട്ടുള്ളൂ. അല്ല അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചോദ്യം ചോദിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ചോദ്യങ്ങൾ ഉണ്ടാവണം, ചോദ്യങ്ങൾ ഉണ്ടായിക്കോളെ, പക്ഷെ എന്നെ പറയാൻ അനുവദിച്ചുകൊണ്ട് വേണം. എന്റെ വായ അടപ്പിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതുകൊണ്ടേ ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം 91 അല്ലെങ്കിൽ 84 400-ലേറെ സീറ്റ് നേടിയാണ് ശ്രീ രാജീവ് ഗാന്ധി രാജ്യത്ത് അധികാരത്തിൽ വന്നത്. 400-ലേറെ സീറ്റ് നേടി വന്ന രാജീവ് ഗാന്ധി അതിനുശേഷം കോൺഗ്രസിന് എത്ര സീറ്റാണ് കിട്ടിയത്? 400 സീറ്റ് നേടിയതിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പും നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. കോൺഗ്രസിന് ലഭിച്ച ഏറ്റവും കൂടുതൽ സീറ്റ് എന്ന് പറയുന്നത് മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഘട്ടത്തിലെ 231 സീറ്റാണ്. ഇല്ല, നരസിംഹറാവുവിന്റെ തെരഞ്ഞെടുപ്പിലെ 231 സീറ്റ്. 84-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം 200 സീറ്റ് തയ്ക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ 91-ലെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 91-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം? 2024 വരെ. ഓക്കെ, 2006-ൽ 206, 2006-ന് ശേഷം 2006-ന് ശേഷം 2006-ലല്ല 2009-ലാണ് 2014 കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിൽ താഴെ. 91-ൽ 231 സീറ്റ്, ബാക്കി എല്ലാം 200 സീറ്റിൽ താഴെ. ഉത്തർപ്രദേശിൽ സഖ്യത്തോടെ മത്സരിച്ചപ്പോഴും 1 സീറ്റ്. കഴിഞ്ഞ തവണയും സമാജ്വാദി പാർട്ടി റായ്ബറേലിയിലും അമേത്തിയിലും പിന്തുണ കൊടുത്തു, അവിടെ റായ്ബറേലി മാത്രമാണ് ജയിച്ചത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഒരു ഭീകരനായി ഞങ്ങളെ തകർക്കാൻ വരുന്നു എന്നൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ മറ്റേത് രാഷ്ട്രീയക്കാരനെ പോലെയും പ്രവർത്തിക്കാൻ അവകാശമുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കട്ടെ, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ, യാത്ര നടത്തട്ടെ, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുക. അതല്ലേ ഒരു ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം വരട്ടെ. നമുക്ക് കാണാം നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറഞ്ഞില്ലയോ? വരട്ടെ, സമയമുണ്ടല്ലോ സാർ. ഇനിയൊരു തെരഞ്ഞെടുപ്പിന് കാലങ്ങളുണ്ടല്ലോ. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ അടുത്ത വർഷം, ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ, മഹാരാഷ്ട്രയിലും ഹരിയാനയിലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. ആ മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നേരം അഭിലാഷ് ഇതൊക്കെ പറയണം കേട്ടോ. ഒരു എമർജിങ് ടൈക്കൂൺ, എമർജിങ് ലീഡർ അന്നേരം പറയണം കേട്ടോ. നമ്മളൊക്കെ കാണണം ആ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഒന്ന് കാണണം. അല്ല, അതേ എനിക്കും പറയാനുള്ളൂ. ഈ വർഷം 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് 1 ലക്ഷം രൂപ കൊടുക്കും. ജൂലൈ 5 എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ, ജൂലൈ 5 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ അക്കൗണ്ടിൽ 8500 രൂപ നിക്ഷേപിച്ചിരിക്കും. കട്ടാപ്പട്ടെന്ന് പറഞ്ഞ 1 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ച് ഇപ്പൊ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് സ്ത്രീകൾ ഓടിച്ചോണ്ടിരിക്കുക. എവിടെ കാശെന്ന് ചോദിച്ചോണ്ട്. ഡൽഹിയിൽ, ഉത്തർപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകയിൽ ജയിക്കാൻ വേണ്ടി എന്ത് നെറുകേടും പറയാം. ഈ വാങ്ങിച്ച ഡേറ്റയൊക്കെ എന്താ ചെയ്തേ? വരാൻ പോവുകയാ. കളക്ട് ചെയ്ത ഡേറ്റകൾ, ആളുകളുടെ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആ ഡേറ്റ എന്താ ചെയ്തേ? ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ജയിക്കാൻ വേണ്ടി പാവപ്പെട്ടവരുടെ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുക. എന്താ ഡേറ്റ കച്ചവടം ചെയ്യാനാണോ? ശരി, ഓക്കെ, ശരി, അതാണ് പോയിന്റ്. ചോദ്യങ്ങൾ വരികയാണ് അഭിലാഷ്. ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ദിവസവും പുതിയ ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ശരി, ഓക്കെ, നല്ലത്. ചോദ്യങ്ങൾ വേണമല്ലോ ജനാധിപത്യത്തിൽ. ശ്രീ ഗഗാറിൻ, നോക്കൂ, ഇനിയിപ്പോ ഉപതെരഞ്ഞെടുപ്പുകൾ വരികയാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. അതിൽ പാലക്കാട് BJP ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. കഴിഞ്ഞ തവണ അവർ 2ാം സ്ഥാനത്ത് വന്ന സീറ്റാണ്. 3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി എന്ന കാര്യം അവിടെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ വോട്ടിന്റെ കണക്കൊക്കെ നിയമസഭയ്ക്കകത്ത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം വരുന്ന 6 മാസത്തിനുള്ളിൽ നേരിടാൻ പോകുമ്പോൾ എത്രമാത്രം തിരിച്ചു വരാൻ കഴിയും എന്നുള്ളത് ഗൗരവപൂർണ്ണമായ ഒരു ചോദ്യമല്ലേ? LDF-നെ സംബന്ധിച്ച് നോക്കൂ, 2 രാജ്യസഭാ സീറ്റ് വന്നത് 2 ഘടക കക്ഷികൾക്ക് കൊടുക്കേണ്ടി വന്നു. CPM-നെ സംബന്ധിച്ച് നോക്കുമ്പോൾ RJD ഇന്ന് വളരെ തുറന്ന ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് മര്യാദ കാട്ടിയില്ല എന്നൊരു ഘടകകക്ഷി പരസ്യമായി പറയുന്നത് എണ്ണി പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള ഒരു ശൈഥില്യം ഇടതുമുന്നണി നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇതേ അവസ്ഥയാണ് എങ്കിലോ എന്നൊരു സംശയം ഇപ്പോൾ തന്നെ മഥിക്കുന്നുണ്ടാവില്ലേ നിങ്ങളെ? അതെ, ഞാൻ ആദ്യം നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു 1-2 കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവാം, എന്നിട്ട് ഇതിലേക്ക് വരാം. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു ഔദാര്യം കൊണ്ടാണ് CPM നിലനിന്നതെന്നാണ്. CPM-നെ കൂട്ടാതെ കഴിഞ്ഞ രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകകക്ഷികളും വേണ്ട, ഞങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചല്ലോ കോൺഗ്രസ്. ആ സംസ്ഥാനം BJP-ക്ക് കൊണ്ടുകൊടുത്തില്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK, UP-യിൽ സമാജ്വാദി പാർട്ടി പോലെ ഒരു ഘടകകക്ഷി ഇല്ലാത്ത സംസ്ഥാനത്ത് നേരിട്ട് കോൺഗ്രസ് മത്സരിച്ച ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് രക്ഷപ്പെട്ടോ? മധ്യപ്രദേശ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ജാർഖണ്ഡ് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സമാജ്വാദി പാർട്ടിയെ പോലെയോ മറ്റേതെങ്കിലും ഘടകകക്ഷികൾ, ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സ്വാധീനമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്ത് BJP-യുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട്, ഗുജറാത്ത് എടുത്തോ, ഗുജറാത്ത് പണ്ട് കോൺഗ്രസിൻ്റെ 2 നേതാക്കന്മാർ തമ്മിലുണ്ടായ തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ BJP അധികാരത്തിലേക്ക് വന്നൊരു സ്റ്റേറ്റാണല്ലോ ഗുജറാത്ത്. ആ ഗുജറാത്തിൽ മറ്റ് കക്ഷികൾക്കൊന്നും സ്വാധീനമില്ലാത്തതുകൊണ്ട് കോൺഗ്രസും BJP നേരിട്ടല്ല മത്സരിച്ചത്. അവിടെ എത്ര സീറ്റ് കോൺഗ്രസിന് കിട്ടി? കോൺഗ്രസിൻ്റെ വലുപ്പം കൊണ്ടാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നത് എന്ന തോന്നൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും വേണ്ട. തമിഴ്നാട്ടിൽ 9 സീറ്റ് കോൺഗ്രസിന് നൽകിയത് അവിടെ DMK-യുടെ നേതൃത്വത്തിൻ്റെ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മര്യാദ കൊണ്ടാണ്. അതല്ലാതെ കോൺഗ്രസിനെ പോലെ ഏതെങ്കിലും ഒരു സീറ്റിൽ അവർ പിന്തുണച്ചാൽ, ആ പിന്തുണ കൊണ്ട് ഒരു സീറ്റ് ഘടകകക്ഷി ജയിച്ചാൽ അത് ഞങ്ങളുടെ ഒരു ഔദാര്യമാണ് എന്ന് വീമ്പിളക്കുന്നത് ഒരു മര്യാദയല്ല, രാഷ്ട്രീയത്തിലെ ഒരു മര്യാദയല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ശേഷി എന്ന് പറയുന്നത് ഇന്ത്യയിൽ 400-ൽ പരം സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും ഭരിച്ച പാർട്ടിയാണ്. ഇന്ന് ഏതെങ്കിലും സ്റ്റേറ്റിലെ കുറച്ച് കക്ഷികളുടെ പിന്തുണയില്ലെങ്കിൽ 50 സീറ്റ് തേക്കാൻ പറ്റാത്ത പാർട്ടിയായി നിങ്ങൾ മാറിയിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? ഘടകകക്ഷി ഉണ്ടെങ്കിൽ എത്ര സീറ്റ് കിട്ടും കേരളത്തിൽ? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിന് കരുത്ത് വന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സീറ്റുകൾ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാൾ വർദ്ധിച്ചു എന്നുള്ളത് ശരിയാണ്. അതിൽ ഞങ്ങൾ ദുഃഖിക്കുന്നില്ല. കോൺഗ്രസ് പൂർണ്ണമായി തകർന്നു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. BJP-യാണ് ഇന്ന്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്, കേരളത്തിൽ UDF വിജയിച്ചതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആശങ്കയൊന്നുമില്ല, എന്നാൽ BJP ഒരു സീറ്റ് ജയിച്ചതിലാണ് ഞങ്ങൾക്കുള്ള ആശങ്ക. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അത് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മേൽവിലാസത്തിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി ഇത്ര മോശമാണെങ്കിൽ എന്തിനാ ഞങ്ങളുടെ കൂടെ നിങ്ങൾ എല്ലായിടത്തും കൂടിയെന്തിനാ? നിങ്ങൾ കൂടാൻ പാടില്ലല്ലോ. ഞങ്ങൾ മോശമാണെങ്കിൽ അവിടെ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ നിങ്ങളെ മറ്റ് സംസ്ഥാനങ്ങളിൽ പിന്തുണച്ചതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയും പ്രചരണം നടത്തേണ്ടി വന്നിട്ടുണ്ടല്ലോ. അത് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുണ്ട്. അതിനൊരു മോശമായി ചിത്രീകരിക്കുന്ന നിലയല്ല സ്വീകരിക്കേണ്ടത്. അതിനെ പറഞ്ഞ് ഞങ്ങൾ ഇല്ലെങ്കിൽ ലോറി കയറിയ തവള പോലെയാവും എന്നെല്ലാം പറഞ്ഞ് ആക്ഷേപിക്കുന്ന രീതി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലെ മര്യാദയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. കേരളത്തിൽ ഞങ്ങൾ ഇനി ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടു, അത് യാഥാർത്ഥ്യമാണല്ലോ. ഞങ്ങൾ 2019 പരാജയപ്പെട്ടില്ലേ? ഒരു സീറ്റല്ലേ ഞങ്ങൾ അന്ന് ജയിച്ചത്? ആലപ്പുഴയിൽ 10,000 വോട്ടിനാണ് അന്ന് ജയിച്ചത് ആലപ്പുഴയിൽ. ഈ തവണ ഞങ്ങൾ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് ജയിച്ചത്, ആലത്തൂർ. രാധാകൃഷ്ണൻ മാത്രമാണ് ജയിച്ചത്. ആ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, യാതൊരു തർക്കവുമില്ല. ഇവിടെ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലോകസഭയിലേക്ക് BJP-യുടെ ഒരു പ്രതിനിധി തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു. അത് ഞങ്ങളെ ആശങ്കപ്പെടുന്നതാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിലൊരു സാഹചര്യം കേരളത്തിൽ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രതയോടുകൂടിയുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് പരാജയപ്പെട്ടു വളരെ കൃത്യമായി പരിശോധിച്ച് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടതെങ്കിൽ ഞങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ വളരെ
നല്ല മനസ്സ് കാണിച്ചുകൊണ്ട് തീരുമാനങ്ങളെടുക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. എന്നാൽ എല്ലാ തെറ്റും ഞങ്ങളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പരാജയപ്പെട്ടത് എന്ന് ഞങ്ങൾ സാധാരണഗതിയിൽ, ഞാൻ ചർച്ച പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ടില്ല, പക്ഷേ എൻ്റെ ഒരു ചെറിയ ധാരണയിൽ നിന്നുകൊണ്ട് മുഴുവൻ ഞങ്ങളൊരു തെറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ട് എന്ന ധാരണ ഞങ്ങൾക്കില്ല. ശരി, അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നമുക്ക് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്ത ഒട്ടേറെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് ഞങ്ങൾ പറയേണ്ട സമയത്ത് ഞങ്ങൾ കൃത്യമായിട്ട് പറയാം. പക്ഷേ തോറ്റു എന്നത് യാഥാർത്ഥ്യമാണ്. ആ തോറ്റതിൻ്റെ യഥാർത്ഥമായ കാരണങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തും. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. ജനതാദൾ ഇന്നിപ്പോൾ RJDയുടെ പ്രസിഡന്റ് ആ പാർട്ടിയുടെ രാജ്യസഭാ സീറ്റ് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായമാണ്. അതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അതിലെ ഒരു ഘടകകക്ഷിയാണ് RJD. ആ പാർട്ടിക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്തിട്ടല്ല ഒരു മുന്നണി പ്രവർത്തനം നടത്തുന്നത്. അവർക്ക് അവരുടെ അഭിപ്രായം പറയാം. പക്ഷെ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ടുപോകുന്ന പ്രശ്നമില്ലാന്നും അവർ പറഞ്ഞിട്ടുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണിയിലെ എല്ലാ ഞങ്ങൾക്ക് 2 സീറ്റ് ഉണ്ടായതിൽ CPM സാധാരണ ഒരു സീറ്റ് CPM എടുത്താൽ ഈ ചർച്ച ഇങ്ങനെയല്ലല്ലോ. CPMൻ്റെ വലിയേട്ട മനോഭാവമല്ലേ ചർച്ച ചെയ്യുക. ഇന്ന് ഞങ്ങൾ കാണിച്ചിട്ടുള്ള ഏറ്റവും ശരിയായ രീതി, ഒരു മുന്നണിയാകുമ്പോൾ ചെയ്യേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് മുന്നണിയിലെ തർക്കം 2-ലധികം സീറ്റില്ലല്ലോ വേറൊരു പാർട്ടിക്ക് കൊടുക്കാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കുള്ള അഭിപ്രായം അവർ പറയണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അത് കേൾക്കാൻ ഞങ്ങൾ ഘടകകക്ഷികളെ കേട്ട് മുന്നോട്ട് പോകും. എന്ത് പരിഹാരം കാണാൻ കഴിയുന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കും എന്നാണ് CPM പറയുന്നത്. ഓക്കെ, ഇവിടെ അനിൽ ബോസ്, ഇവിടെ ഗഗാറിൻ പറഞ്ഞ ഇടതുപക്ഷ മുന്നണി ശക്തിപ്പെടുത്തും. ഓക്കെ ശരി. ശ്രീ അനിൽ ബോസ്, ഇവിടെ ശ്രീ ഗഗാറിൻ പറഞ്ഞ ആദ്യത്തെ വാചകങ്ങളിൽ വളരെ പ്രസക്തമായ ചില സംഭവങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ജയിച്ചിരിക്കുന്നത് സഖ്യങ്ങൾ വളരെ ശക്തമായിടത്താണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടെ DMKയും ഇടത് കക്ഷികളും മുസ്ലിം ലീഗും എല്ലാം ചേർന്ന സഖ്യമാണ് വമ്പിച്ച വിജയം, തൂത്തുവാരിയ വിജയം നേടിയിട്ടുള്ളത്. മഹാരാഷ്ട്ര നോക്കൂ, അവിടെ ശിവസേനയും അതുപോലെ തന്നെ NCPയും കോൺഗ്രസും ചേർന്ന സഖ്യമാണ് വലിയ വിജയം ഉണ്ടാക്കിയിട്ടുള്ളത്. SP-യുമായിട്ടുള്ള സഖ്യമാണ് ഉത്തർപ്രദേശിൽ മികച്ച വിജയം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. RJDയും ഇടത് കക്ഷികളും ചേരുന്ന സഖ്യമാണ് കോൺഗ്രസിന് മെച്ചപ്പെട്ട പ്രകടനം ബീഹാറിൽ ഉണ്ടാക്കി കൊടുത്തത്. രാജസ്ഥാൻ, താങ്കൾ പറഞ്ഞ രാജസ്ഥാൻ മാത്രം എടുക്കൂ. രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 0 ആയിരുന്നു. 2014 0 ആയിരുന്നു. ഇത്തവണ 11 സീറ്റ് കിട്ടി. ആ 11 സീറ്റ് കിട്ടുമ്പോൾ അവിടെ 3 ഘടകകക്ഷികൾ ഉണ്ടായിരുന്നു. അവർ 3 പേരും ജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. 2.5 ലക്ഷം വോട്ടുകൾക്കാണ് മോദി വിദ്വേഷ പ്രസംഗം നടത്തിയ ബൻസ്വാരയിൽ ഭാരത് ആദിവാസി പാർട്ടി ജയിക്കുന്നത്. അങ്ങനെ ഭാരത് ആദിവാസി പാർട്ടിയുമായിട്ടും ഹനുമാൻ ബേലിവാളിന്റെ പാർട്ടിയുമായിട്ടും CPM-ഉമായിട്ടും, CPM-നോടെ ഷെഖാവതി ബെൽറ്റിൽ സ്വാധീനമുണ്ട്. ഈ കഴിഞ്ഞ സിക്കറിൽ 30,000 വോട്ടേ കിട്ടിയുള്ളൂവെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്കെടുത്താൽ തനിച്ച് 3 സീറ്റ് ജയിക്കുന്ന ബെൽറ്റാണത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഘടകകക്ഷികളും ചേരുമ്പോഴാണ് 11 സീറ്റ് അവിടെ കോൺഗ്രസിന് കിട്ടുന്നത്. അതൊരു വലിയ പാഠമല്ലേ? നിങ്ങൾ തന്നെ മത്സരിച്ചിട്ടുള്ള മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും അമ്പേ പരാജയപ്പെട്ടു പോകുമ്പോൾ സഖ്യമുള്ള ഇടത്തെല്ലാം ജയിക്കുന്നു എന്നുള്ളത് സഖ്യകക്ഷികളെ മാനിക്കണം. സഖ്യകക്ഷികളും ഒക്കെ ചേരുന്ന വിശാലമായിട്ടുള്ള ഒരു കോയലേഷന് മാത്രമേ ജയിക്കാൻ കഴിയൂ എന്ന സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ഫലമല്ലേ ഈ ഇലക്ഷൻ നൽകുന്നത്? ഞങ്ങൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞു ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് എന്ന് പറയുകയുണ്ടായി. താൽക്കാലിക പ്രതിഭാസമാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ ജയം താൽക്കാലിക പ്രതിഭാസമാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് BJP ഇത്രയും വളർന്നതിൻ്റെ ബേസ് എന്താണ് അഭിലാഷേ? ഈ രാജ്യത്ത് രഥയാത്ര നടത്തിക്കൊണ്ട് ബാബറി മസ്ജിദ് വിഷയമുയർത്തി, രാമജന്മഭൂമി വിവാദമുയർത്തി രാജ്യത്ത് നടത്തിയ യാത്രയാണ് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് BJPക്ക് കുതിപ്പേകിയത്. അവരുടെ മാനിഫെസ്റ്റോ എന്നുള്ള നിലയിൽ തന്നെ അവർ അവതരിപ്പിച്ച ഏറ്റവും പ്രസക്തമായ വിഷയം ജാതി മതചിന്തകൾ ആളിക്കത്തിക്കുന്നതിൻ്റെ ഭാഗമായി രാമക്ഷേത്രമാണ്. ഇതാ ഞങ്ങൾ രാമക്ഷേത്രം പണിത് ഞങ്ങളുടെ വിശ്വാസികളോട് ഞങ്ങൾ പറഞ്ഞ, ഈ സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞ വാഗ്ദാനം പാലിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് പറഞ്ഞൊരു മാസ്മരിക പ്രപഞ്ചം സൃഷ്ടിച്ച് വന്ന പാർട്ടിയുടെ സ്ഥിതി എന്താ? അയോധ്യയിൽ, ഫാസിയാബാദിൽ, ആ ജില്ലയിൽ വരുന്ന സീറ്റുകളിൽ 5 സീറ്റിലാണ് BJP തോറ്റത്. കാരണം രാജ്യത്തെ ജനങ്ങളെ എല്ലാ കാലവും കബളിപ്പിക്കാൻ കഴിയില്ല എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്.
രാജ്യം മുഴുവൻ ദൈവതുല്യമായ പ്രതീതി ജനിപ്പിച്ച് താൻ ദൈവസൃഷ്ടിയാണ് എന്ന് സ്വയം അഭിരമിച്ച് നടന്ന പ്രധാനമന്ത്രിയുടെ ജില്ലയിൽ വാരണാസിയിൽ 12 സീറ്റിൽ 9 സീറ്റിലും തോറ്റു നാരായണൻ നമ്പൂതിരി നിങ്ങളുടെ പാർട്ടി. അത് താൽക്കാലിക പ്രതിഭാസമല്ല, നിങ്ങളുടെ കബളിപ്പിക്കലുകൾ തിരിച്ചറിഞ്ഞ ജനങ്ങളുടെ ജനാധിപത്യ ബോധമാണ്. നിങ്ങളത് മനസ്സിലാക്കൂ. ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഒരുപാട് കാലം നിങ്ങൾക്ക് കബളിപ്പിക്കാൻ കഴിഞ്ഞു. ആട്ടിൻതോൽ അണിഞ്ഞ ചെന്നായ്ക്കൾക്ക് തുല്യമാണ് നിങ്ങളുടെ ചിന്തയെന്ന് ഞങ്ങൾ പറയുമ്പോൾ ജനം വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ജനം തിരിച്ചറിഞ്ഞു. രാമക്ഷേത്രത്തിൻ്റെ മണ്ണിൽ, അതും ക്ഷേത്ര നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ്റെ മകൻ തോൽക്കുന്നു. നിങ്ങൾ പരിശോധിക്കുക. നരേന്ദ്രമോദി ഒരു പക്ഷേ, ഞാൻ ഇപ്പോഴും പറയുന്നു, BJPയുടെ സഹയാത്രികരായി വന്നിട്ടുള്ള ആളുകളുടെ വീഡിയോകൾ ശരിയാണെങ്കിൽ, അത് ശരിയാണോ ഇല്ലയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പില്ല, പക്ഷേ വന്ന വീഡിയോകൾ ശരിയാണെങ്കിൽ അവിടുത്തെ വോട്ടിംഗ് എണ്ണലിൽ പോലും കാലവിളമ്പ് ഉണ്ടാക്കി നരേന്ദ്രമോദിയെ ജയിപ്പിച്ചതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒത്താശയോട് എന്നുള്ള വീഡിയോകൾ ഇന്ന് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. മനസ്സിലായിക്കോ? 1,50,000 വോട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ പരം അപമാനമുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക്? പിന്നെ ഇവിടെ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ചും CPM എനിക്ക് ക്ലാസ് എടുക്കാൻ വന്നു. എൻ്റെ സഖാവിനോട് ഞാനൊരു കാര്യം പറയാം. ഇന്ത്യയിൽ ഞങ്ങൾ ആം ആദ്മിയായിട്ട് സഖ്യം ഉണ്ടാക്കി, ഞങ്ങൾ തൃണമൂലുമായിട്ട് പരസ്പര ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. യോജിപ്പില്ലാത്ത അന്തരീക്ഷത്തിൽ ആ പാർട്ടി സ്വന്തമായി അവരുടെ ആഢ്യത്വം നിലനിർത്തിക്കൊണ്ട് നിലപാടെടുത്ത് ഒറ്റയ്ക്ക് മത്സരിച്ചു. നിങ്ങൾ ഞങ്ങളുടെ കൂടെയായിരുന്നു മത്സരിച്ചത്. നിങ്ങൾക്ക് അവിടെയും സീറ്റ് തന്നാൽ ഞങ്ങൾക്ക് സുരക്ഷിതമായി ജയിക്കുന്ന സീറ്റാണ് നിങ്ങളുടെ സഖാവ് മുഹമ്മദ് സലീമിന്. ഞങ്ങളുടെ ഔദാര്യമല്ല, തൃണമൂലിൻ്റെ ഔദാര്യമല്ല. മനസ്സിലായിക്കോ? ഞങ്ങൾക്ക് ഏകപക്ഷീയമായി ജയിക്കാവുന്നൊരു സീറ്റ്. നിങ്ങൾ മുന്നണി മര്യാദ എവിടെ പാലിച്ചെന്നാണ് പറയുന്നത്? മുന്നണി മര്യാദയുടെ ലെവലേശം കണിക നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇന്ത്യയിലെ 28 പാർട്ടികൾ ചേർന്നൊരു സഖ്യമുണ്ടായപ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ എക്സിക്യൂട്ടീവിൽ നിങ്ങളൊരു പ്രതിനിധി അയച്ചോ? ഇവിടെ ശിവസേനയ്ക്ക് പറയാൻ റൈറ്റുണ്ട്, നാഷണൽ കോൺഗ്രസ് പാർട്ടി NCPക്ക് പറയാൻ റൈറ്റുണ്ട്, RJDക്ക് പറയാൻ റൈറ്റുണ്ട്, സമാജ്വാദി പാർട്ടിക്ക് പറയാൻ റൈറ്റുണ്ട്, DMKക്ക് പറയാൻ റൈറ്റുണ്ട്, CPIക്ക് പറയാൻ റൈറ്റുണ്ടെന്നേ. നിങ്ങൾക്ക് എന്ത് റൈറ്റ് ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് സംസാരിക്കാൻ? നിങ്ങൾ ആ പ്രിലിമിനറിയായി പാലിക്കേണ്ട മര്യാദ പാലിച്ച പാർട്ടിയാണോ CPM? ഒരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കിയപ്പോൾ, വർഗീയ രാഷ്ട്രീയത്തിനെതിരായി, ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി ഒരു സമിതി ഉണ്ടാക്കിയപ്പോൾ ആ സമിതിയിൽ ഒരു പേര് നൽകാതെ മുട്ടടിച്ച് BJPയുമായി സെറ്റിൽ ചെയ്യാൻ കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി കേരളത്തിന് കീഴടങ്ങിയ പാർട്ടിയല്ലേ നിങ്ങളുടെ പാർട്ടി? നിങ്ങളെന്ത് മുന്നണി മര്യാദ എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? ആ മുന്നണി മര്യാദ ഒന്നും ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കേണ്ട. നിങ്ങൾ ഒരു ഘട്ടത്തിലും മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല. ഞങ്ങൾ മുന്നണി മര്യാദ പാലിച്ചത് കൊണ്ട് തന്നെയാണ് സീക്കാറിൽ CPM സ്ഥാനാർത്ഥി 30,000 വോട്ട് മാത്രമുള്ള ഒരു കോൺസ്റ്റൻസിയിൽ ഞങ്ങളുടെ ഔദാര്യത്തിൽ തന്നെയാണ് ജയിച്ചത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഞങ്ങളുടെ ഔദാര്യത്തിൽ തന്നെയാണ്. നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നണിയിൽ കക്ഷിയാണെന്ന് പറയുമ്പോഴും ആ മുന്നണിയോട് ഒരു ഘട്ടത്തിലും നിങ്ങൾ മര്യാദ പാലിച്ചിട്ടില്ല. CPM മര്യാദ പാലിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്ത്യ സഖ്യത്തിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ പോരാളിയായ രാഹുൽ ഗാന്ധിയെ BJPക്കാരുകളെ ആക്രമിക്കുന്നതിനേക്കാൾ നിഷ്ഠൂരമായി, നീചമായി, നികൃഷ്ടമായി ആക്രമിച്ച പാർട്ടിയും നേതാവും CPM മെമ്പറും. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ നാരായണൻ നമ്പൂതിരി, താങ്കൾക്ക് എന്തോ പറയാനുണ്ടല്ലോ? ഉണ്ട്. ഞാൻ അനിൽ ബോസ് ഈ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറഞ്ഞതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. 1,09,000 തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചിട്ടാവും എന്നുള്ള ഏതോ വീഡിയോയുടെ കാര്യം പറഞ്ഞു. ധ്രുവരതിയുടെ വീഡിയോ ആയിരിക്കും. നിങ്ങൾ ധ്രുവരതിയുടെ വീഡിയോ ഒക്കെ കണ്ടില്ല, അതിലാണല്ലോ അഭിരമിക്കുന്നതും നിൽക്കുന്നതും ഒക്കെ. അതവിടെ നിൽക്കട്ടെ. അനിൽ ബോസ് ഓർക്കുന്നുണ്ടാവും, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചതിൻ്റെ പേരിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയുടേതേ ഉള്ളൂ. അത് അനിൽ ബോസ് ഓർക്കുന്നുണ്ടാവും. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി, ആ ഏക പ്രധാനമന്ത്രിയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത്. നാരായണൻ നമ്പൂരി, ഈ തെരഞ്ഞെടുപ്പിൽ ആ പെരുമാറ്റച്ചട്ടം ലംഘിച്ച നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കാൻ ആർജവമുള്ള, നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ ഈ രാജ്യത്തിലായിരുന്നു. അയ്യോ, ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഒരു സെക്കൻഡ് തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചെലവ് മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ കണ്ണടച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കയ്യിലെ കളിപ്പാടുന്ന ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളെ അയോഗ്യനാക്കുക എന്ന് വിചാരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം സുതാര്യമാണെന്ന് പറയാൻ ശ്രമിക്കരുത്. കമ്മീഷന്റെ നിഷ്പക്ഷതയെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിഷ്പക്ഷതയെ കുറിച്ച്
കോൺഗ്രസ്സുകാരൻ തന്നെ പറയണം. ഞങ്ങൾക്ക് അന്നുകൊണ്ടുമേ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയം. 2017, 18, 19 മുതൽ സുപ്രീം കോടതിയിൽ അതിന്റെ വ്യവഹാരങ്ങൾ പുതിയ സർക്കാരും വന്നു. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.